ഹലോ കൂട്ടുകാരെ, വളരെ ജീനിയസ് ആയ ഒരു പയ്യൻ അവന്റെ അമ്മയെ കണ്ടെത്താനായി ഒരു മെമ്മറി സ്കാനർ ഉണ്ടാക്കുവാണ്. പക്ഷെ അവൻ എത്തിപ്പെടുന്നതോ ഫ്യൂച്ചറിലേക്ക്. വൺ ലൈൻ സ്റ്റോറി കേട്ട് അന്തം വിടണ്ട, നമുക്ക് നോക്കാം. ഹിയർ വി ഗോ ടു ദ മൂവി മീറ്റ് ദ റോബിൻസൺസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരമ്മ തന്റെ കുഞ്ഞിനെ ഒരു ഓർഫനേജിന് മുൻപിൽ കൊണ്ടുവെക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞ് ആ ഓർഫനേജിൽ വളരുവാണ്. അവനാണ് ലൂയിസ്. പുള്ളിക്കാരൻ ആളൊരു ജീനിയസ് ആണ്. എപ്പോഴും എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തലാണ് ഇവന്റെ മെയിൻ ഹോബി. ഇന്നും പുള്ളി എന്തോ കണ്ടുപിടുത്തം നടത്തുവാണ്. അവനെ ദത്തെടുക്കാനുള്ള ഇന്റർവ്യൂ നടത്താൻ ഇന്നൊരു ഫാമിലി വരുന്നുണ്ട്. അവരെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള സൂത്രമാണിത്. അങ്ങനെ ഇന്റർവ്യൂവിന്റെ സമയം ലൂയിസ് അവന്റെ അറിവ് മുഴുവൻ പറഞ്ഞ് ആ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുവാണ്. പീനട്ട് ബട്ടർ ബ്രെഡിൽ തേക്കുന്ന ആ മെഷീൻ പക്ഷെ കേടായി പോകുന്നുണ്ട്. ആ ഫാമിലിയുടെ ദേഹം ആകെ പീനട്ട് ബട്ടർ അഭിഷേകമായിരുന്നു. അവന്റെ കഷ്ടകാലത്തിന് അങ്ങേർക്ക് പീനട്ട് ബട്ടർ അലർജിയാണ്. അങ്ങനെ ആ അഡോപ്ഷൻ ക്ലോസ് ആയി. ലൂയിസ് പാവം വിഷമിച്ച് ടെറസിൽ പോയിരിക്കുമ്പോ അവിടുത്തെ മേഡൻ വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ പ്രായത്തിലൊക്കെ ആരെ ഇനി എന്നെ ദത്തെടുക്കുക എന്നെല്ലാം അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവനൊരു ഐഡിയ. എന്റെ യഥാർത്ഥ അമ്മയെ കണ്ടെത്തുമെന്ന് അവൻ അങ്ങനെ പറയുവാണ്. മേഡൻ അന്നേരം ആരും അവരെ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ കുഞ്ഞായപ്പോൾ ഒരു നോട്ടം കണ്ട അമ്മയുടെ മുഖം ഓർത്ത് വരയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ട് മെമ്മറി സ്കാൻ ചെയ്യാൻ ഒരു മെഷീൻ കണ്ടുപിടിച്ചുകൂടാ എന്നായി പിന്നെ അവന്റെ ചിന്ത. അങ്ങനെ ഒരു സമയം പോലും വിടാതെ ഓരോന്ന് പഠിച്ചും വായിച്ചും അറിഞ്ഞും അങ്ങനെ അവൻ മെഷീൻ വർക്ക് നടത്തിക്കൊണ്ടു പോകുവാണ്. അതിനിടയ്ക്ക് അവന്റെ സ്കൂളിൽ സയൻസ് ഫെയർ നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ മെഷീൻ ഫസ്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നോർത്ത് സയൻസ് ഫെയർ ആകുമ്പോഴേക്ക് അവൻ ആ മെഷീന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുവാണ്. പിറ്റേന്ന് ഇവൻ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ലൂയിസിന് അന്നൊരു അഡോപ്ഷൻ ഇന്റർവ്യൂ ഉണ്ടെന്ന് മേഡൻ വന്ന് പറയുന്നത്. പക്ഷെ അവൻ ഇന്ന് പറ്റില്ലെന്ന് പറഞ്ഞു പോകുവാണ്. അടുത്ത സീനിൽ സയൻസ് ഫെയർ ഹാളാണ് കാണിക്കുന്നത്. ജഡ്ജസ് ഫസ്റ്റ് ഒരു പയ്യന്റെ വോൾക്കാനോ മോഡൽ നോക്കുന്നുണ്ട്. ആ പ്രൊജക്ട് പക്ഷെ ഫ്ലോപ്പ് ആയിരുന്നു. അങ്ങനെ ഇവർ ഓരോരുത്തരുടെയായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലൂയിസ് അവന്റെ മെഷീനുമായി അങ്ങോട്ട് വരുന്നത്. ലൂയിസ് അവന്റെ മെഷീൻ സെറ്റ് ആകുമ്പോഴാണ് ഒരു പയ്യൻ അങ്ങോട്ട് വന്നത്. എന്നിട്ട് ലൂയിസിനോട് ഒരു ബൗളർ ഹാറ്റ് വെച്ച് നീളമുള്ള ആളെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ലൂയിസ് ആണേൽ അതാരാ, അതുപോട്ടെ നീ ആരാ എന്ന് ചോദിക്കുവാണ്. ഞാനാണ് വിൽബർ റോബിൻസൺ. ഫ്യൂച്ചറിൽ നിന്ന് ലൂയിസിനെ രക്ഷിക്കാൻ വന്നതാണെന്നും അവന്റെ ടൈം മെഷീൻ ബൗളർ ഹാറ്റ് വെച്ചൊരാള് അടിച്ചോണ്ട് പോയെന്നും അവൻ അന്നേരം പറയുന്നുണ്ട്. അപ്പോൾ ഹൈറ്റുള്ള ഒരാൾ നടന്നു പോകുന്നത് കണ്ട റോബിൻസൺ അതിനെ പോയി പിടിക്കുവാണ്. ശരിക്കും അതൊരു കുട്ടി സയൻസ് ഫെയർ പ്രൊജക്റ്റുമായി പോകുമായിരുന്നു. അതെല്ലാം താറുമാറായി. അപ്പോഴാണ് സ്റ്റേജിൽ ആ ബൗളർ ഹാറ്റ് ഗൈ വന്ന് നിൽക്കുന്നത് കാണുന്നത്. അയാളുടെ തൊപ്പി ലൂയിസിന്റെ അടുത്തേക്ക് പറപ്പിക്കുകയാണ്. ലൂയിസ് ആണെങ്കിൽ മെഷീന്റെ അവസാന ടച്ചപ്പിലാണ്. അതൊരു മാജിക്കൽ ഹാറ്റ് ആണ്. ആ ഹാറ്റ് ഇങ്ങനെ പറന്നുപോയി നമ്മുടെ ലൂയിസിന്റെ മെഷീൻ കേടാക്കി വെക്കുവാണ്. കറക്റ്റ് സമയത്താണ് ടീച്ചേഴ്സ് അങ്ങോട്ട് വരുന്നത്. അവർ അവന്റെ മെഷീൻ ജഡ്ജ് ചെയ്യുവാണ്. അതൊരു മെമ്മറി സ്കാനർ ആയിരുന്നു. ഡേറ്റ് ബൈ സെറ്റാക്കി ബ്രെയിൻ സ്കാൻ ചെയ്ത് മോണിറ്റർ ചെയ്യുന്ന മെഷീനാണത്. അങ്ങനെ മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങിയെങ്കിലും പെട്ടെന്ന് അതിന്റെ ഫാൻ തെറിച്ചുപോയി. അത് നേരെ അവിടെയും ഇവിടെയും തട്ടി ആ ഹാള് മുഴുവൻ നാശകോശമാക്കി. പാവം ലൂയിസ് എന്ത് ചെയ്താലും ഇതാണല്ലോ അവസാനം വിധി. ആ ഹാളിൽ നിന്ന് അന്നേരം എല്ലാവരും ഇറങ്ങിപ്പോയി. സങ്കടപ്പെട്ട് നമ്മുടെ ലൂയിസും അവിടെ നിന്ന് പോയപ്പോഴാണ് ആ തൊപ്പിയിട്ട പിശാച് ആ മെഷീൻ വന്ന് എടുത്തോണ്ട് പോകുന്നേ. ലൂയിസ് ആണേൽ ഓർഫനേജിൽ വന്നിരുന്ന് എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒരു ഇരിപ്പാണ്. അമ്മയെ കാണണമെന്നുള്ള മോഹം അസ്തമിച്ച പോലെ അവൻ ഇങ്ങനെ തോന്നുവാണ്. അവന്റെ ഇൻവെൻഷൻ ബുക്കിന്റെ പേജെല്ലാം അവൻ തന്നെ കീറിക്കളയുവാണ്. അപ്പോഴാണ് അവനെറിഞ്ഞ പേപ്പേഴ്സ് അവന്റെ അടുത്തേക്ക് തിരികെ വരുന്നത്. നോക്കുമ്പോൾ ആരാ, റോബിൻസൺ. അവൻ നമ്മുടെ ലൂയിസിനോട് നിന്റെ മെമ്മറി സ്കാനർ കേടായതല്ലെന്നും അവൻ ശരിക്ക് ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണെന്നുമെല്ലാം പറയുന്നുണ്ട്. അന്നേരം ലൂയിസ് അവനോട് പ്രൂഫ് ചോദിക്കുവാണ്. പ്രൂഫിനി എന്തോ കാണിക്കും? ഐഡിയ. റോബിൻസൺ ലൂയിസിനെ ടെറസിൽ നിന്ന് താഴോട്ട് ഒറ്റ തള്ള്. അവൻ പോയി ഒരു ഗ്ലാസ് ലാൻഡിൽ വീഴുവാണ്. അത് ശരിക്ക് ഇൻവിസിബിൾ ആയി കിടക്കുന്ന റോബിൻസന്റെ പ്ലെയിൻ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ലൂയിസിനെയും കൊണ്ട് റോബിൻസൺ ഫ്യൂച്ചറിലേക്ക് പോകുവാണ്. ടെക്നോളജിയുടെ ഒരു മാജിക് വേൾഡ് ആയിരുന്നു ഫ്യൂച്ചർ. ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന സ്പീഡ് കാണണം. എല്ലാം ടപ്പേ ടപ്പേ എന്നല്ലേ നടക്കുന്നേ. ലൂയിസ് ഇത് കണ്ട് അന്തം വിട്ടിരിപ്പാണ്. ഇന്നേരം റോബിൻസൺ, ഇപ്പോ നിനക്ക് വിശ്വാസമായോ? ഇനി നീ ആ മെഷീൻ പോയി റെഡിയാക്കൂ എന്ന് പറഞ്ഞപ്പോൾ, ഏയ് ഇനി എന്തിനാ മെഷീൻ, നീ എന്നെ പാസ്റ്റിലേക്കൊന്ന് കൊണ്ടുപോയാൽ മതിയെന്ന് അവൻ പറയുവാണ്. പക്ഷേ അത് ലൂയിസ് കണ്ടുപിടിച്ച മെഷീൻ കൊണ്ടേ നടക്കൂ എന്ന് റോബിൻസൺ പറഞ്ഞെങ്കിലും ലൂയിസ് അത് കേൾക്കാതെ ആ പ്ലാൻ തന്നെ കീറിക്കളയുവാണ്. എന്നിട്ട് ആ ടൈം മെഷീൻ എടുത്തോണ്ട് റോബിൻസണിനെയും തട്ടിമാറ്റി ഒറ്റ പോക്ക്. പോകുന്ന വഴിയിൽ ആ മെഷീൻ കേടായി പോകുവാണ്. അതാകെ തകർന്ന് തരിപ്പണമായി പോയി. ഇനി എന്തോ ചെയ്യും? ആകെ 2 മെഷീൻ ഉള്ളതിൽ ഒന്നാ ബൗളർ ഹാറ്റ് അടിച്ചോണ്ടും പോയി, ഒരെണ്ണം തരിപ്പണമായി കിടക്കുന്നു. ആർക്കെങ്കിലും ഇത് ശരിയാക്കാൻ പറ്റുമോ? പറ്റും. ആർക്ക്? നിനക്ക്. ഞാനോ? അതെ.
ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്യാം. പക്ഷെ നീ എന്റെ അമ്മയെ കാണിക്കാൻ എന്നെ കൊണ്ടുപോകണം. അത് വേണോ? വേണം വേണം വേണം. എന്നാൽ ഡീൽ. അടുത്ത സീനിൽ പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഈ ബൗളർ ഹാറ്റ് ആ മെഷീൻ എടുത്തോണ്ട് ഒരു കമ്പനിയിലോട്ട് വന്നേക്കാണ്. അവന്റെ തൊപ്പിയാണേൽ അവനോട് നന്നായി ആ പ്രൊജക്ട് പ്രസന്റ് ചെയ്യാനുള്ള ഐഡിയ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങേര് ആ മെഷീൻ പരിചയപ്പെടുത്താനായി കോൺഫറൻസിൽ പങ്കെടുക്കുവാണ്. മെഷീൻ കണ്ട അവിടുത്തെ ആളുകൾ ഏവസം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ഈ മെഷീന്റെ പേര് പോലും ഇങ്ങേർക്ക് അറിയില്ലായിരുന്നു. എന്നാലും അയാൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ പേടിച്ചു നിൽക്കുവാണ്. എന്നിട്ട് ആ ഹെഡ്സെറ്റ് വയർ വലിച്ചു പിടിച്ച് ബോസിന്റെ തല്ലിൽ കൊണ്ടുവയ്ക്കുവാണ്. ഓണാക്കിയപ്പോഴോ അതാകെ തരിപ്പണമായി പോയി. ആ ബോസ് ആണല്ലോ റോക്കറ്റ് വരണ പോലെ വന്ന് താഴെ വീഴുവാണ്. ഇവിടെ ഫ്യൂച്ചറിൽ റോബിൻസണും ലൂയിസും ടൈം മെഷീൻ ഫിക്സ് ആക്കുമായിരുന്നു. എന്നിട്ട് അവർ നേരെ റോബിൻസണിന്റെ ഗ്യാരേജിൽ പോകുന്നുണ്ട്. അവിടെ ഒരു റോബോട്ട് ആണ് ഉണ്ടായിരുന്നത്. അവനത് റെഡിയാക്കുമ്പോൾ ലൂയിസ് അവിടെയെല്ലാം ചുറ്റിക്കാണുവാണ്. അങ്ങനെ അവനൊരു പമ്പിൽ പോകുന്നുണ്ട്. അത് നേരെ പോയത് റോബിൻസണിന്റെ വീടിന് മുന്നിലാണ്. അവിടുത്തെ സെക്യൂരിറ്റി സെറ്റപ്പ് കണ്ട അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവിടെ ഗാരേജിൽ റോബോട്ട് റോബിൻസണിനെ ചീത്ത വിളിക്കുമായിരുന്നു. പിന്നെ പറയണ്ടേ, ഇവിടെ ലൂയിസ് ആണേലോ പേടിച്ചോടി വരുന്ന വഴി ഒരു അപ്പൂപ്പനെ തട്ടി വീണു. അത് ശരിക്കും റോബിൻസണിന്റെ അപ്പൂപ്പനായിരുന്നു. അങ്ങേര് വഴി അവന്റെ കുടുംബത്തിലെ എല്ലാവരെയും ലൂയിസ് കണ്ടുമുട്ടി. ലൂയിസ് അപ്പൂപ്പനോട് ഗാരേജിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ അങ്ങേര് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റോബിൻസണിന്റെ വീട്ടിലേക്കായിരുന്നു അവനെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടുന്ന് റോബിൻസണിന്റെ സകല റിലേറ്റീവ്സിനെയും ഇവന് പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. ഇവിടെ റോബിൻസൺ ആണേലോ ലൂയിസിനെ ഗാരേജിൽ തിരഞ്ഞു നടക്കുവാണ്. ലൂയിസിനാണേൽ അങ്ങോട്ടുള്ള വഴിയും അറിഞ്ഞൂടാ. ലൂയിസ് ശരിക്കും ഇവിടെ പെട്ടു. അങ്ങനെ അവിടെ നിന്ന് ഒരുവിധം പുറത്തേക്ക് ഓടാൻ തുടങ്ങുമ്പോഴാണ് റോബിൻസൺ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവനോട് നിന്റെ റിലേറ്റീവ്സിനെ എല്ലാം ഞാൻ കണ്ടു എന്ന് ലൂയിസ് പറയുന്നുണ്ട്. ആ ടൈം കൊണ്ട് അവൻ കണ്ട എല്ലാവരുടെയും പേര് വരെ അവൻ ഓർത്തു വെച്ചിരുന്നു. പക്ഷെ അവന്റെ അച്ഛനെ മാത്രം ഇവൻ കണ്ടില്ലായിരുന്നു. ഈ സമയം പ്രസന്റിൽ ലൂയിസിനെ തിരയാൻ ഇറങ്ങി തിരിച്ച ആ തൊപ്പിയിട്ട പിശാശ് അവന്റെ ഓർഫണേജിൽ എത്തുവാണ്. അവിടുന്ന് നമ്മുടെ ഗൂബി അങ്ങേരെ കാണുന്നുണ്ട്. അവനോട് ലൂയിസിനെ കുറിച്ച് അങ്ങേര് ചോദിക്കുന്നുമുണ്ട്. എന്നിട്ട് അവനെ നോക്കാനായി ടെറസിൽ പോകുമ്പോഴാണ് ലൂയിസിനെ അവിടെ കാണുന്നില്ല. അങ്ങേരുടെ തൊപ്പി അങ്ങേർക്ക് ഒരുപാട് ക്ലൂസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ തൊപ്പി പറഞ്ഞ പോലെ ഇയാൾ അടിച്ചു മാറ്റിയ ആ ടൈം മെഷീൻ കൊണ്ട് ഫ്യൂച്ചറിലേക്ക് പോകുവാണ്. ഈ തൊപ്പിയിട്ട പിശാചിന് ഈ മെഷീൻ ഇനി കിട്ടിയിട്ട് എന്തിനാണാവോ? ഇങ്ങേര് ഇനി നമ്മുടെ ലൂയിസിനെയും റോബിൻസണിനെയും കണ്ടുപിടിക്കുമോ? അതെല്ലാം നമുക്ക് മീറ്റ് ദ റോബിൻസൺസ് പാർട്ട് 2 വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കാനും മറക്കരുത്. മീറ്റ് ദ റോബിൻസൺസ് പാർട്ട് 2 വീഡിയോയുമായി കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒരു തടസ്സത്തിലും തളരാതെ മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് മുൻപിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ നല്ല മൂവീസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.